ചൈനയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ ഫ്യുജിയാൻ തൈവാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ചു എന്നതാണ് ഇപ്പോൾ ലോകം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നും. അതായത് തൈവാനെ ചൈനയുമായി വേർതിരിക്കുന്ന ജലാശയമെന്നാണ് ഈ തൈവാൻ കടലിടുക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ചൈന തങ്ങളുടെ മൂന്നാമത്തെ വലിയ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചതിന് ശേഷം ഈ തൈവാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തൈവാനും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കുമുള്ള പ്രത്യക്ഷമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. കാരണം ഈ തൈവാനും ചൈനയും തമ്മിൽ 1949 രണ്ടായിട്ട് വേർപിരിയുന്നത്. അതായത് 1949 ചൈനയിൽ അധികാരത്തിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്ന നാഷണലിസ്റ്റ് സർക്കാരിനെ പുറത്താക്കി. അന്ന് ആ ഗവൺമെൻറ് പലായനം ചെയ്തത് തൈവാനിലേക്കായിരുന്നു. പിന്നീട് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് തൈവാൻ പിടിക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി. അങ്ങനെ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അമേരിക്ക അതിനെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് സൈനിക സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ഇതൊക്കെ തന്നെ അമേരിക്ക ചെയ്യുകയാണ്. ഇവിടെ കടലിൽ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഫിജിയാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വിമാനവാഹിനി കപ്പൽ കടലിലൂടെ സഞ്ചരിച്ചതെന്നാണ് ചൈനീസ് നേവി അവകാശപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു നീക്കം നടത്തുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കൂടി ഒരു മുന്നറിയിപ്പാണ്. കാരണം ഈ മേഖലയിൽ അമേരിക്കയും ജപ്പാനും ചേർന്ന് ചില നാവിക സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു, പരിശീലന പരിപാടികൾ നടത്തുന്നു. അതിനിടയിലേക്ക് ചൈനയുടെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്ര ഗുണകരമായ കാര്യമൊന്നുമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അമേരിക്കൻ നേവിയുടെ അവരുടെ സഖ്യകക്ഷികളുടെയൊക്കെ യുദ്ധക്കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കനേഡിയൻ ഫ്രിഗേറ്റായ ക്യൂബക്കും ഓസ്ട്രേലിയൻ നശീകരണ കപ്പലായ ബ്രിസ്ബെയിനും ഈ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്നു. അതോടുകൂടി ചൈന കൂടുതൽ ജാഗ്രത പാലിക്കാൻ തുടങ്ങി. ആ മേഖലയിൽ ചൈന കൂടുതൽ നേവിയെ വിന്യസിക്കുകയും ഒക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 2022 ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫ്യുജിയാൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതാണ്. പക്ഷേ ഇന്നും ആ കപ്പൽ സൈന്യത്തോടൊപ്പം ചേർന്നിട്ടില്ല. കാരണം കടലിലൂടെയുള്ള ഗവേഷണ പര്യവേഷണ പ്രവർത്തനങ്ങൾ, പരിശീലന പരിപാടികളൊക്കെ നടത്തേണ്ടതുണ്ട്. അത്തരം പരിപാടികൾ നടത്തുന്നു. മുമ്പുണ്ടായിരുന്ന 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഒന്ന് ലിയോണിങ്ങും മറ്റൊന്ന് ഷാൻഡോങ്ങും. ഈ ലിയോണിങ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അവരിൽ നിന്ന് ചൈന വാങ്ങിയതാണ്. പിന്നീട് അതേ മാതൃകയിലാണ് ഷാൻഡോങ് ചൈന നിർമ്മിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് ചൈന നിർമ്മിച്ച ലിയോണിങ്ങിനെക്കാട്ടും ഷാൻഡോങ്ങിനെക്കാട്ടിലും കൂടുതൽ വലിപ്പമുള്ളതും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതുമാണ് ഈ ഫ്യുജിയാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ. അതായത് ചൈന നിർമ്മിക്കുമെന്ന് പറയുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും വഹിക്കാൻ കഴിയുന്ന, കൂറ്റൻ വിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. അതായത് വലിയ വിമാനങ്ങൾ വന്നിറങ്ങാൻ കഴിയുന്ന ഫ്ലാറ്റ് ഡെക്ക്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റ്പൾട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഫ്യുജിയാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ശാസ്ത്രീയമായ ഗവേഷണം, പരിശീലനം ഇതടക്കമുള്ള പതിവ് നടപടിക്രമങ്ങൾ മാത്രമാണ് ഈ തായ്വാൻ കടലിടുക്കിലൂടെ ഞങ്ങൾ ചെയ്തത്. ഇതാണ് ചൈന പറയുന്നത്. ഈ നീക്കത്തിനിടെ 2 ഈ മിസൈൽ ഡിസ്ട്രോയർ, അതായത് ഏറ്റവും അത്യന്താധുനികമായ ചൈനീസ് മിസൈലൊക്കെ വഹിക്കുന്ന 2 ഡിസ്ട്രോയറും ഈ യുദ്ധക്കപ്പലുകളെ അല്ലെ വിമാനവാഹിനി കപ്പലെ അകമ്പടി സേവിച്ചിരുന്നു. അപ്പം ഫ്യുജിയാൻ ഈ പറയുന്ന നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ തായ്വാന് ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം തന്ത്രപ്രധാനമായ തർക്ക മേഖലയിലൂടെ ഫ്യുജിയാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ കടന്നു പോകുന്നു. അവിടെ അതിന് സമാനമായ രീതിയിൽ ജപ്പാനും അമേരിക്കയും ചേർന്ന് ചില സൈനിക പരിശീലന പരിപാടികളൊക്കെ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ടൈഫോൺ മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളുമായിട്ടാണ് ജപ്പാനും അമേരിക്കയും ഇവിടെ സൈനിക അഭ്യാസ പരിപാടികളൊക്കെ നടത്തുന്നത്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൈവാൻ കടലിടുക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര ജലാശയമാണ് എന്നാണ് ചൈനയുടെ അവകാശവാദം. പക്ഷേ ഇതിനെ അമേരിക്കയും തായ്വാനും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നു ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്, ഇവിടെ ചൈനയ്ക്ക് വലിയ ആധിപത്യമൊന്നുമില്ല. ഇനി ദക്ഷിണ ചൈന കടലിൻ്റെ കാര്യമെടുത്താലോ, അതിൻ്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നു. പക്ഷേ ഫിലിപ്പൈൻസ്, അതുപോലെ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്, അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് സമുദ്രമേഖലയിൽ ചൈന വലിയ ആധിപത്യം സ്ഥാപിക്കുകയാണ്. വലിയ തർക്കപ്രദേശമാണ് ഈ പറയുന്ന തൈവാൻ കടലിടുക്ക്. അവിടേക്ക്
ഈ ചൈനയുടെ വിമാനവാഹിനി കപ്പൽ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമായ ചില നീക്കങ്ങൾ ചൈന നടത്തുന്നു. കാരണം തൈവാനെ എപ്പോൾ വേണമെങ്കിലും ചൈന ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ചൈന അവിടേക്ക് ആക്രമണം നടത്താത്തത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചൈന തൈവാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില സൈനിക പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഫ്യുജിയാൻ്റെ കടൽ യാത്ര ഒരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതായത് തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാൻ വേണ്ടി കൂടുതൽ ശക്തമാർന്ന തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ചൈന ഇപ്പോൾ ഈ വിമാനവാഹിനി കപ്പലിനെ തൈവാൻ കടലിടുക്കിലൂടെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് നേവി പറയുന്നത് ഫ്യുജിയാൻ ഷിപ്പിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സാധാരണ പരീക്ഷണ ഗവേഷണ കപ്പലോട്ടം മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം ഫ്യുജിയാൻ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പൽ നിർമ്മിച്ചു കഴിയുമ്പോൾ 1 വർഷത്തോളം ഈ കടലിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി പോരായ്മകൾ പരിഹരിച്ച് അങ്ങനെയാണ് ഔദ്യോഗികമായി സൈന്യത്തിലേക്ക് എത്തിക്കുന്നത്. അത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ചൈന നൽകുന്നത് ശക്തമായൊരു സന്ദേശമാണ്. അതായത് തർക്കമേഖലകളിൽ തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചൈന ഈ നീക്കം നടത്തുന്നത്. അപ്പോൾ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിലൂടെ ചൈനയുടെ വളർന്നു വരുന്ന സൈനിക ശക്തിയുടെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനം അതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യുജിയാൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭീഷണിയായിട്ട് അമേരിക്കയ്ക്കും തൈവാനുമൊക്കെ മാറുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ യുക്തിസഹവും കാര്യക്ഷമവും അതുമായ മികച്ചതുമായ ഒരു പാത അത് ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതാണ് തൈവാൻ കടലിടുക്ക്. അപ്പോൾ അത്തരം പാതയിലൂടെ ഞങ്ങളുടെ വിമാനവാഹിനി കപ്പൽ സഞ്ചരിക്കണം. അപ്പം ഞങ്ങൾക്കുള്ള 3 വിമാനവാഹിനി കപ്പൽ ഏറ്റവും അത്യന്താധുനികവും വലുതും ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു വിമാനവാഹിനി കപ്പൽ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ മിസൈൽ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്തർവാഹിനിയുമായിട്ട് അതുപോലെ തന്നെ ഈ എസ്കോട്ട് കപ്പലുകളുമായിട്ട് ചൈനീസ് നേവിക്ക് ഇതുമായി യോജിച്ച് പ്രവർത്തിക്കണം. അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി പരിഹരിക്കണം. ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ ശരിയാണ് താനും. പക്ഷേ ഔദ്യോഗികമായിട്ട് ചൈനീസ് സൈന്യത്തിൻ്റെ ഭാഗമല്ലാത്ത ഫ്യുജിയാൻ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ അമേരിക്കയും ജപ്പാനും ചേർന്ന് സൈനിക അഭ്യാസ പരിപാടി നടത്തുന്നതിനിടയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ചൈനയുടെ വളർന്നു വരുന്ന ഒരു ശക്തിയുടെ അല്ലെ തർക്കപ്രദേശങ്ങളിൽ ആധിപത്യം കാണിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ ചൈനയുടെ ശക്തിയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിലവിലുള്ള കപ്പലിൻ്റെ പരീക്ഷണ വ്യായാമം, ശാസ്ത്രീയ ഗവേഷണം, അതുപോലെ തന്നെ എല്ലാ കടലിലുള്ള ഭീഷണികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ അതിനെയൊക്കെ നേരിടാനുള്ള രീതിയിലുള്ള ഗവേഷണ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫ്യുജിയാൻ എന്ന് പറയുന്ന കപ്പലിലൂടെ നടപ്പാക്കിയത്. എന്തായാലും ചൈനീസ് നേവി എസ്കോട്ട് അന്തർവാഹിനി ഇതൊക്കെ തന്നെ ഇതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയണം. ചുരുക്കം പറഞ്ഞാൽ ടൈഫോൺ മിസൈലുകളുമായിട്ട് ചേർന്നിട്ട് ഒരു നൂതന യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ നൂതന ആയുധങ്ങളൊക്കെ വഹിക്കുന്ന കപ്പലുകൾ ഇത് അമേരിക്കയും ജപ്പാനും ഒരുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിലും അതുപോലെ തന്നെ തൈവാൻ കടലിടുക്കിലുമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഏറ്റവും അത്യന്താധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്യുജിയാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ചൈന തൈവാൻ കടലിടുക്കിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തൈവാൻ കടലിടുക്ക് തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുകയും ചെയ്യുന്നു, തങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചൈനയും തൈവാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ജലാശയമാണ് ഈ കടലിടുക്ക്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും പ്രകോപനപരമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഏതാണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുള്ള ചൈന ഈ തൈവാൻ കടലിടുക്കിൽ ഫ്യുജിയാൻ വിമാനവാഹിനി കപ്പലുമായി നടത്തുന്ന പരീക്ഷണ ഓട്ടം അത് അത്ര സുഖകരമല്ല എന്നാണ് ലോകത്തെ നയതന്ത്ര വിദഗ്ധരും വീക്ഷിക്കുന്നതും. എന്തായാലും ഈ മേഖലയിൽ ജപ്പാനും ചൈനയും സൈനിക പരിശീലനം ഏതാണ്ട് സെപ്റ്റംബർ 26 വരെ തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ സമയത്ത് വീണ്ടും ഈ തൈവാൻ കടലിടുക്കിലൂടെ ഫ്യുജിയാൻ വിമാനവാഹിനി കപ്പൽ പരീക്ഷണ ഓട്ടം നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.